അപ്പോൾ ഈ നമുക്ക് നമ്മുടെ DBMS ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. DBMS സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ അതിൻ്റെ തിയറി എടുത്തിട്ടാണ് എല്ലാവരും പ്രാക്ടിക്കലിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ നേരെ പ്രാക്ടിക്കൽ കാണിച്ചു തരാണ് നിങ്ങൾക്ക്. എന്തായിരുന്നു ഇപ്പോൾ സാമ്പിൾ. എല്ലാവരും സിസ്റ്റം ഉള്ളവർ പറ്റുമെങ്കിൽ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഇത് വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ സാമ്പ് നിങ്ങൾ അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ ഇവിടെ കണ്ടു നിങ്ങൾ അപ്പാച്ചെ എന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പാച്ചെ ഇതൊരു ശരിക്കും പറയുന്നത് വെബ് സെർവറായിട്ട് ആക്ട് ചെയ്യുന്ന സംഭവമാണ്. നമ്മളൊരു വെബ്സൈറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഒരു വെബ് സെർവറിനെ സെറ്റപ്പ് ചെയ്യുന്നതാണ് അപ്പാച്ചെ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സാമ്പ് എന്ന് പറയുമ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നത്. ഒന്ന് അപ്പാച്ചെ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യും. എ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. എം എന്ന് ഉദ്ദേശിക്കുന്നത് MySQL ഇൻസ്റ്റാൾ ചെയ്യും. പി എന്ന് ഉദ്ദേശിക്കുന്നത് PHP ഇൻസ്റ്റാൾ ആവും. എല്ലാം കൂടെ ഒരുമിച്ചൊരു പാക്കേജാണ് ആക്ച്വലി സാമ്പ് എന്ന് പറയുന്നത്. നമുക്കൊരു വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫുൾ പാക്കേജാണ് എന്ത് പറയുന്നത് സാമ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഇൻസ്റ്റാൾ ആവും. ഇപ്പോൾ ഈ അപ്പാച്ചയാണ് വെബ് സെർവറായിട്ട് ആക്ട് ചെയ്യുക. വെബ് സെർവറായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഒരു വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സെർവർ സൈഡും വേണം, പിന്നെ ഒന്ന് ക്ലയൻറ്റ് സൈഡും വേണം അല്ലേ. ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ് ബ്രൗസറാണ്. അതായത് നമ്മൾ ഇതാണ് നമ്മുടെ ഇപ്പം കാണുന്ന ഇതാണ് നമ്മുടെ ക്ലയൻറ്റ് സൈഡ്. ഈ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ആ റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനും അതിനെ സെർവ് ചെയ്യാനും ഒരു സെർവറും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ സെർവറായിട്ട് നമുക്ക് ഈ വെബ്സൈറ്റൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് പാർട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ക്ലയൻറ്റ് പാർട്ടും സെർവർ പാർട്ടും. അപ്പോൾ ഇതിൽ ഈ സെർവർ പാർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ അപ്പാച്ചയൊക്കെ ഉള്ളത്. അപ്പോൾ അതും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കലായിട്ടൊരു വെബ് സെർവറിനെ സെറ്റപ്പ് ചെയ്യുന്നതാണ് ഈ അപ്പാച്ചെ മൊഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മൾ കുറച്ച് DBMS പഠിക്കുക പറഞ്ഞാൽ ഒരു MySQL എന്ന് പറയുന്നത് ഒരു DBMS ആണ്. അപ്പോൾ നമ്മളത് ഒക്കെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ അഡ്മിൻ പാനൽ എടുക്കുക. ഓൾറെഡി ഞാൻ എടുത്തു വെച്ചതുണ്ട്. അപ്പോൾ നമ്മൾ ആ MySQL എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും നിങ്ങൾക്ക്. ഇതാണ് ശരിക്കും ഒരു DBMSൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇതൊരു DBMS ആണ്. അപ്പോൾ ഈ DBMSൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ DBMSൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഡാറ്റാബേസ്. എന്താ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ. അപ്പോൾ അതിന് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഏരിയനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് DBMS എന്ന് പറയുമ്പോൾ പക്ക ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഡാറ്റേനെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ എളുപ്പമാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇതിപ്പോൾ ഒരു MySQL ഒരുപാട് DBMSകളുണ്ട്. ഒറാക്കിളുണ്ട്, MySQL ഉണ്ട്, SQL സെർവറുണ്ട്. ഇതൊക്കെ എന്താണ് DBMSകളാണ്. ഓക്കെ, അപ്പോൾ ഈ DBMSകളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഡാറ്റേനെ എഫക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും നമ്മളെ കൊണ്ട് കഴിക്കുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു സെക്കൻഡ്. അതായത് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ DBMS എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇറ്റ്സ്
ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് ഡാറ്റാബേസുകളെ, സപ്പോസ് ഇതൊരു ഡാറ്റാബേസ് ആണ്, ഡാറ്റാബേസ് ഓക്കെ, ഇതൊരു ഡാറ്റാബേസ് ഓക്കെ. അപ്പോൾ ഈ ഡാറ്റാബേസിൽ എന്തുണ്ടായിരിക്കും? ഈ ഡാറ്റാബേസിലാണ് നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ DBMS, ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതെന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇതുപോലുള്ള ഇതുപോലുള്ള ഡാറ്റാബേസസ് നമുക്ക് ഒരുപാട് ഡാറ്റാബേസസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഡാറ്റാബേസുകൾ നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഡാറ്റാബേസസ്. എത്ര ഡാറ്റാബേസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മളെ ഡാറ്റാബേസിൻ്റെ നമ്മൾ സ്റ്റോറേജ് ഏരിയ. ഡാറ്റാബേസസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റോറേജ് ഏരിയാസ് ആണത്. അപ്പോൾ ഈ DBMS ആണ് നമുക്ക്, DBMS എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ മോഡ്യൂൾ അല്ലേ, സോഫ്റ്റ്വെയർ മോഡ്യൂളല്ല, സോഫ്റ്റ്വെയർ പാർട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ സാധ്യമാക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത് DBMS എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ നമുക്ക് എന്താണ്, ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിനെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് സഹായമാക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് DBMSകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള DBMSകളാണ് എന്തൊക്കെയാണ്? MySQL, Oracle, പിന്നെ ഏതാണ്, SQL Server 2005 സംതിങ് അങ്ങോട്ടുണ്ട്, ഒരുപാടുണ്ട്. SQL ഇതൊക്കെ വിൻഡോസിൻ്റെ ഇതിലൊക്കെ വരുന്നു. എന്താ പറയുക, .NET ഫ്രെയിംവർക്ക് ഇല്ലേ. പിന്നെ സൈബേസ് ഉണ്ടെന്ന്, സൈബേസ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് DBMSകളുണ്ട്. അപ്പോൾ ഈ DBMSകൾ എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ മോഡ്യൂൾ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ആ DBMSകൾ യൂസ് ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കുറേ ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഈ ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും അതിനെ അൾട്ടർ ചെയ്യാനും, മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അതിലേക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യുക അല്ലേ, അതിലേക്ക് ഡാറ്റ ഇൻസെർഷൻ, ഡിലീഷൻ, സ്കീമ ക്രിയേഷൻ. ഇത് സ്കീമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റയുടെ സ്ട്രക്ചർ, ഓരോ ഡാറ്റയ്ക്കും ഓരോ സ്ട്രക്ചർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓരോ ഡാറ്റയ്ക്കും ഓരോ സ്കീമുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്റ്റുഡൻറ്റ് ഡാറ്റയ്ക്ക് നിങ്ങളുടെ ഡാറ്റയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ നമ്മൾക്ക് നമ്മുടെ ഡാറ്റേൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ഓരോ ഡാറ്റയ്ക്കും ഓരോ സ്കീമയുണ്ട്. സ്കീമ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഡാറ്റയുടെ സ്ട്രക്ചറിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാറ്റേൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നിങ്ങൾ നോക്കുക, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫോർമേഷനാണ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ സ്കീമ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇപ്പോൾ അതിൽ രജിസ്റ്റർ നമ്പർ അല്ലേ. ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഇൻറ്റിജർ ആവാം, ഇൻറ്റിജർ അല്ലേ. പിന്നെ അതുപോലെ നെയിം ഉണ്ടായിരിക്കും. നെയിം എന്ന് പറയുന്നത് അത് ക്യാരക്ടർ വാല്യൂസ് ആണ്, ***. പിന്നെ നിങ്ങളുടെ അഡ്രസ് എന്തൊക്കെയാണോ അതും എന്താണ്, ക്യാരക്ടറാണ്. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതെന്ന് പറയുന്നത് ഡേറ്റ് ആണ് അല്ലേ. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID, ഇമെയിൽ ഓർ ഫോൺ നമ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്താണ്, ഇമെയിൽ വർക്കാർ. പിന്നെ ഫോണാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നമ്പർ അല്ലേ. പിന്നെ എന്താ വരുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. നിങ്ങളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്കീമയുണ്ട്. അപ്പോൾ ആ സ്കീം, അതുപോലുള്ള സ്കീമുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
ഈ സ്കീം നമ്മളിപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ RDBMS ആണ്. ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് RDBMS ആണ്. RDBMS ആർ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് റിലേഷണൽ എന്നാണ്. റിലേഷണൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരുപാട് DBMSകളുണ്ട്. അതിൽ നിങ്ങൾ പഠിക്കുന്നത് റിലേഷണൽ DBMS ആണ്. അപ്പം ഈ റിലേഷണൽ DBMS എന്ന് പറയുമ്പോൾ ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന രീതി എന്താണ്? ടേബിൾസ് ആയിട്ടാണ് നമ്മളിതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഒരു DBMS എന്ന് പറയുമ്പോൾ ഒരു DBMS നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ DBMS ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടേബിൾസ് ആയിട്ടാണ്. ഓക്കെ, അതാണ് RDBMS. അതല്ലാത്ത കുറേ ടേബിൾസ് ആയിട്ടല്ലാണ്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന DBMSകളുണ്ട്. RDBMSന്റെ പ്രത്യേകത എന്താണ്? ഇതിൽ നിങ്ങൾ ഡാറ്റാബേസസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടേബിൾസ് ആണ്. അതായത് ഈ ടേബിൾസിന്റെ സ്കീമകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഈ ടേബിളിന് ഇന്ന സ്കീമ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഓക്കെ, അതുപോലെ നമ്മൾ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റാബേസിൽ തന്നെ ഒരുപാട് ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇതൊക്കെ ഈ ക്രിയേഷനും ഡിലീഷനും പിന്നെ അതേപോലെ നമ്മുടെ സെക്യൂരിറ്റി ഈ DBMSന്റെ ജോലിയാണ് അതൊക്കെ. ഓക്കെ, നമ്മുടെ ഡാറ്റനെ അതിൻ്റെ സെക്യൂരിറ്റി ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് DBMSനെ പറ്റിയിട്ട് ഒരുപാട് എല്ലാം ഒരു സബ്ജക്റ്റ്, ഇതാണ്, ഒരു ഏരിയയാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം അതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്നത് ഒരു DBMS എന്ന് പൊതുവേ പറയുന്നത് എന്തിനാണ്? ഒരു ഡാറ്റ, അതായത് ഡാറ്റേൻ്റെ ഡാറ്റനെ ക്രിയേറ്റ് ചെയ്യാനും, അതായത് ഡാറ്റയുടെ ഒരു സ്റ്റോറേജും റിട്രീവലും മാനേജ്മെൻറ്റും ഒക്കെ ഈസി ആക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് DBMSകൾ. അപ്പോൾ അതിൽ തന്നെ വരുന്നതാണ് RDBMS. അതിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് അതിൻ്റെ ഒരു സബ്ബാണ് RDBMSകൾ. RDBMSകൾ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ്? നമ്മൾ ടേബിൾസ് ആയിട്ടാണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? അതിൽ ഡാറ്റാബേസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ RDBMS ഉപയോഗിച്ചിട്ട് അതിൽ തരുന്ന ഈ RDBMS നമുക്ക് കുറേ കമാൻഡ്സ് തരുന്നുണ്ട്. നമുക്ക് ചുമ്മാ RDBMSനോട് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ പറയാൻ പറ്റില്ല. RDBMS നമുക്ക് കുറേ കമാൻഡ്സ് തരുന്നുണ്ട്. ഈ കമാൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ RDBMSനോട് പറയേണ്ടത്. എന്താ പറയുക, ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരു വ്യക്തി അതിനോട് വേറെ രീതിയിൽ നമ്മൾ മലയാളത്തിലോ കന്നഡത്തിലോ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് ആ വ്യക്തിയോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ മാത്രമേ അത് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ RDBMSന് അറിയുന്ന കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ആ കമാൻഡ്സിന് പറയുന്ന പേരാണ് SQL എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ SQL നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ RDBMSനോട് സംസാരിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അങ്ങനെ RDBMSനോട് ഈ SQL പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? RDBMSനോട് എന്തൊക്കെ പറയാം? ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറയാം. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ഈ ഡാറ്റാബേസിൽ എനിക്ക് ഒരുപാട് ടേബിൾസ് ഉണ്ട്, ഒരുപാട് ടേബിൾസ് ഉണ്ട്. ഓരോ ടേബിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടേബിളിനൊക്കെ ഒരു സ്കീമയുണ്ട്. സ്കീമ എന്ന് പറയുമ്പോൾ ഓരോ ടേബിളിനും ഓരോ സ്ട്രക്ചറാണ്, അല്ലേ? ഓരോ ടേബിളിനും ഓരോ സ്ട്രക്ചറാണ്. അപ്പോൾ ആ ടേബിളിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാണ് എൻ്റെ ടേബിളിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലൂടെ പറഞ്ഞു കൊടുക്കുക? ഏത് ഭാഷയിലൂടെ പറഞ്ഞു കൊടുക്കുക? SQL ഭാഷയിലൂടെയാണ് നമ്മൾ പറയുക, എൻ്റെ ടേബിളിൻ്റെ സ്കീമ ഇതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം, അല്ലേ? അതിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം. അതിലോട്ട് ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ എന്താണ്? അതിലോട്ട് അതിലെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കീമ അൾട്ടർ ചെയ്യാൻ പറ്റണം. സ്കീമ അൾട്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു സ്കീമ, ആ സ്കീമയിൽ നിങ്ങൾ ID നെയിം ചെയ്തു.
ആദ്യം നിങ്ങളത് ക്രിയേറ്റ് ചെയ്തു, പിന്നെയാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് വേറൊന്നും കൂടെ വേണമെന്ന്, അതായത് അതിലേക്കൊരു മാർക്സും കൂടെ എൻ്റർ ചെയ്യണമെന്ന്. അതായത് ഇപ്പോൾ ഓൾറെഡി സ്കീമ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ മാറ്റണം. അപ്പോൾ ഈ സ്ട്രക്ചർ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതായത് ഇതിലേക്ക് അഡീഷണൽ ഒരു ഫീൽഡും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പം അങ്ങനെ സ്കീമ ആൾട്ടർ ചെയ്യാൻ പറ്റണം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ സ്കീമിനെ മൊത്തം ഡ്രോപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ ഇതിന് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് ഡാറ്റേനെ കിട്ടണം അല്ലേ, ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ഇതാ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, റിട്രീവ് ചെയ്യാനും പറ്റണം അല്ലേ. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം. ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്, നമ്മൾ RDBMSകളാണ്. അപ്പോൾ ഈ RDBMSനോട് സംസാരിക്കുന്ന ഭാഷയാണെന്ന് പറയുന്നത് SQL. അപ്പം നമ്മൾ ഈ SQL പഠിച്ചിരിക്കണം, നമ്മൾ RDBMSനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ HTML ഒക്കെ പഠിച്ചൂല്ലേ നിങ്ങൾ. HTML വെച്ചിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ക്രിയേറ്റ് ഫോംസ് ഓർ പേജസ്. അപ്പോൾ നമ്മൾ ഫോംസ് വെച്ചിട്ട് നമ്മൾ HTML വെച്ചിട്ട് വി ക്യാൻ ക്രിയേറ്റ് HTML. ഏതൊക്കെയാണ് വേറെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, CSS, JavaScript, PHP, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പേജസ് ക്രിയേറ്റ് ചെയ്ത് PHP നമുക്ക് തൽക്കാലം ഒഴിവാക്കാം, നമുക്ക് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് യൂസറിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയും അല്ലേ. യൂസർ ഡാറ്റ എൻ്റർ ചെയ്യുന്നു, നേരെ ഈ ഡാറ്റ എവിടേക്ക് പോകുന്നു, വെബ് സെർവറിലേക്ക് പോകുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോൾ വെബ് സെർവറായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, അപ്പാച്ചയാണ്. ഓക്കെ, അപ്പാച്ചയാണ് ഇപ്പോൾ ഇവിടെ വെബ് സെർവറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഡാറ്റ നേരെ വെബ് സെർവറിലോട്ട് പോകുമ്പോൾ നമ്മളത് PHP കോഡ് ആൻഡ് SQL കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഡാറ്റനെ എന്ത് ചെയ്യുന്നു, നേരെ എവിടേക്ക്, നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഞാനിപ്പോൾ MySQL യൂസ് ചെയ്യുന്നത്. MySQL ആണ് എൻ്റെ DBMS. അപ്പോൾ MySQLോട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു SQL കമാൻഡ്സ് ആൻഡ് PHP കോഡ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഡാറ്റനെ നേരെ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഇതെന്ന് ഈ ഡാറ്റാബേസ് നമുക്ക് റിട്രീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, SQL കമാൻഡ്സ് ആൻഡ് PHP കോഡ് ടുഗദർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്, തിരിച്ചിങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, HTML, CSS, JavaScript, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫോമിലോട്ട് വീണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് ഇതാണ്. നിങ്ങൾക്ക് എപ്പോഴും എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് വെറുതെ ഞാൻ കുറേ വായിട്ടളിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇന്നിപ്പോൾ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പഠിക്കാം, ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഇതാണ് നമ്മുടെ ഒരു DBMS. ഈ DBMS വെച്ചിട്ട് നമുക്ക് ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ പിന്നെ DBMSകൾ എന്ന് പറയുമ്പോൾ വേറെയും കുറച്ചും കൂടെ നമുക്ക് ഒരു കമാൻഡ്സ് യൂസ് ചെയ്യാണ്ട് തന്നെ അവർ കുറേ ഇതിലൂടെയൊക്കെ ഫോം ഫില്ല് ചെയ്തിട്ടൊക്കെ തരുന്നുണ്ട്. ഈ SQL അറിയാത്തവർക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് സാധാരണ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഇവിടെ പേര് മാത്രം കൊടുത്താൽ മതി. ജസ്റ്റ് സ്റ്റുഡൻറ്റ് ഡാറ്റാബേസിൻ്റെ പേരാണ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെ കമാൻഡിലൂടെ ചെയ്യുന്നത്, നമുക്ക് ഇന്നൊക്കെല്ലാം കമാൻഡ്സിലൂടെ ചെയ്യാം. ക്രിയേറ്റ് ഡാറ്റാബേസ് എന്തായിരുന്നു നമ്മുടെ SARPT. അതായത് ഇത് കണ്ടോ, അപ്പോൾ അവിടെ SARBT എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് വന്നത് കുറേ ഡാറ്റാബേസുകളാണ്. ഇതാണ് കേട്ടോ നിങ്ങളുടെ GC കൊയിലാണ്ടി ഇതിൻ്റെ ഡാറ്റാബേസ്. അത് നമ്മുടെ വെബ്സൈറ്റില്ലേ gckoilandi.org, അതിൻ്റെ ഡാറ്റാബേസ്, അതിൻ്റെ ടേബിൾസും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ SARBTM എന്നുള്ളതിൻ്റെ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു.
അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് ഒരു ടേബിൾ ആഡ് ചെയ്യണം. അപ്പം അങ്ങനെ ടേബിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സ്കീമ പറയണം. ഇതിൻ്റെ ഡാറ്റ ടൈപ്സ് ആണ് പറയുന്നത്. ഓരോ ഡാറ്റയ്ക്കും ഓരോ ടൈപ്പുകൾ ഉണ്ടല്ലോ. നിങ്ങൾ ഡാറ്റ ടൈപ്സ് എന്താണെന്നോ നിങ്ങൾ സി ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ നമ്മൾ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോവാണ്. അങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ഫീൽഡുകളാണ്, നമ്മുടെ ടേബിൾസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ടേബിൾസ് ആയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കോളംസ് ആണല്ലേ, കോളം വൈസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ഇപ്പം നിങ്ങളെ നെയിം എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിങ് ആണ്. ഓരോന്നിനും ഓരോ ടൈപ്പാണ് അല്ലേ. ഇപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിൽ നമ്പറാണ്. പിന്നെ നിങ്ങൾക്ക് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരാം. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ബൂളിയൻ എന്നുള്ള ഡാറ്റ ടൈപ്പ് 2 വാല്യൂസ് ഒക്കെ വരുമ്പോൾ എസ് ഓർ നോ അങ്ങനത്തെ, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ബൂളിയൻ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ടൈം സ്റ്റാമ്പുകൾ യൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഓരോ കോളത്തിനും ഏതാണോ ടൈപ്പ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് ചൂസ് ചെയ്യുക. പിന്നെ ന്യൂമറിക് ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്, പിന്നെ ക്യാരക്ടർ. ഈ ക്യാരക്ടറും വാർക്കാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാർക്കാറിൻ്റെ ഫുൾ ഫോം വാരിയബിൾ ക്യാരക്ടർ, വാരിയിങ് ക്യാരക്ടർ എന്നൊക്കെയാണ്. അതായത് ചിലപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ സാധാരണ 20 എന്ന് കൊടുത്തു ഒരു ക്യാരക്ടറിൻ്റെ, ഒരു സ്ട്രിങ്ങിൻ്റെ ഇപ്പം നമ്മളിതിൽ 20 എന്ന് കൊടുക്കുമ്പോൾ അത് ഫിക്സഡ് ലെങ്ത്താണ് നമ്മൾ കൊടുക്കുന്നത്, 20. അത് യൂസ് ചെയ്തില്ലെങ്കിൽ ആ 20 അങ്ങനെ 20 അങ്ങനെ മെമ്മറിയിൽ അതിനെ അലോക്കേറ്റ് ചെയ്യും. പക്ഷേ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വാർക്കാറാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വരുള്ളൂ. ഇപ്പോൾ ഒരു നെയിമിൻ്റെ ലെങ്ത്ത് ഇപ്പം 5 ആണെന്ന് വിചാരിക്കും. അപ്പോൾ 5 മാത്രമേ യൂസ് ചെയ്യുള്ളൂ, മെമ്മറി ലൊക്കേഷൻ അത്രേ യൂസ് ചെയ്യുള്ളൂ. ബാക്കി വേറുള്ള ഇതിന് യൂസ് ചെയ്യാം. നമുക്ക് സ്പേസൊക്കെ ലാഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാർക്കാറാണ് കൂടുതൽ ബെറ്റർ. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മുടെ ഈ കമാൻഡ്സ് തന്നെ 3 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡാറ്റ ഡെഫിനിഷൻ കമാൻഡ്സ്, DDL എന്ന് പറയും, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഇപ്പോൾ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കമാൻഡ്സ് ഏതൊക്കെയാണ്? അതായത് ഡാറ്റനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നതും ഡ്രോപ്പും ഒക്കെയാണ്. അതായത് നമ്മൾ ടേബിൾസിനെ ക്രിയേറ്റ് ചെയ്യുക, ഡെഫിനിഷൻ അതായത് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ വരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ സ്ട്രക്ചർ, നമ്മുടെ അപ്പോൾ ടേബിളിൻ്റെ സ്ട്രക്ചർ വരുന്ന കാര്യങ്ങളാണ് DDL വരുന്നത്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് ഡാറ്റ മാനിപ്പുലേഷനാണ് വരുന്നത്. അതിൽ ഇൻസെർട്ട് ചെയ്യുക, അതിലേക്ക് ഡാറ്റ ഇൻസെർട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡാറ്റ മാനിപ്പുലേഷൻ. DCL എന്ന് പറയുമ്പോൾ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കമാൻഡ്സ് ആണ് ഗ്രാൻഡ്, ആഡ്, റിവോക്ക്. ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഡാറ്റാബേസിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, കുറേ പെർമിഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇന്ന യൂസർക്കാണ് ഇതിൻ്റെ ആക്സസ് ഉള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്, DCL വരുന്നത്. അതായത് 3ആയിട്ട് നമ്മൾ മൊത്തം കമാൻഡ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷൻ എന്ന് പറയുന്ന സൈഡിൽ എന്താണ്, നമുക്ക് ഒരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാനും പിന്നെ അതിനെ ഡിലീറ്റ് ചെയ്യുന്നതും, ആ ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ടേബിളിനെ ഡിലീറ്റ് ചെയ്യുന്നത്, പിന്നെ ഫോറിൻ കീസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട, ഇൻഡെക്സസും വ്യൂസും ഒക്കെ, അതൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ടേബിളിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന സ്ട്രക്ചർ ആൾട്ടർ ചെയ്യാനും വരുന്ന കമാൻഡ്സ് ആണ് DDL വരുന്നത്. DML എന്ന് പറയുമ്പോൾ അതിൽ ഡാറ്റ മാനിപ്പുലേഷൻ, അതായത് ആ ടേബിളിലോട്ട് വരുന്ന ഡാറ്റേൻ്റെ മാനിപ്പുലേഷൻ, അതിന് ആവശ്യമുള്ള കമാൻഡ്സ് ഒക്കെ വരുന്നത് DML ആണ്, ഡാറ്റ മാനിപ്പുലേഷനിൽ വരുന്നത്. DCL എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനുള്ളത്, നമ്മുടെ ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യാനുള്ള കമാൻഡ്സ് ആണ് വരുന്നത്. നമുക്ക് ക്രിയേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ ഒരു മൊത്തം. ഇത് കണ്ടിട്ട് പേടിക്കണ്ട, അത് കാര്യമായിട്ടൊന്നുമില്ല.
ഇവിടെ ഇത് നിങ്ങളിപ്പോൾ ഈ ഒരു പാർട്ട്, അത് ഈ രണ്ടെണ്ണം നിങ്ങൾ തൽക്കാലത്തേക്ക് വേണ്ട, നിങ്ങൾക്കിത് പഠിക്കുകയല്ലേ. നിങ്ങൾ പഠിക്കാനുള്ളത് ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, ദെൻ ഈ കോളം ഡെഫിനിഷൻ പാർട്ട്, ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഈ ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, ജസ്റ്റ് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നിങ്ങളെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ഡാറ്റാബേസ് നമ്മൾ ഇതാക്കി, നമ്മളിപ്പോൾ ആ ഡാറ്റാബേസാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് നമ്മളൊരു ടേബിൾ ആഡ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ടേബിൾ, ഇതാണ് ആ കമാൻഡ്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ. ഇനി അതിന് എന്ത് കൊടുക്കുക, അതിൻ്റെ പേര് കൊടുക്കാം. ആ ടേബിളിൻ്റെ പേരാണ് സ്റ്റുഡൻറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിനി അതിൻ്റെ കോളം പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെയാണ് അതിലുള്ളതെന്ന്. രജിസ്റ്റർ നമ്പർ, അതിൻ്റെ കൊടുക്കുന്നത് ഇൻറ്റിജറാണ്. ഓക്കെ, അതിൻ്റെ ഡാറ്റ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ഓരോ കോളത്തിൻ്റെയും അതിൽ വാല്യൂസ്, അത് ഏത് തരത്തിലെ ടൈപ്പ് വാല്യൂസാണ് ആ സെല്ലിലോട്ട് വരുന്നത് എന്നും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ദെൻ അടുത്തത് വരുന്നത് രജിസ്റ്റർ നമ്പർ, നെയിം, അതെന്താണ് വാർക്യാർ, അത് വേരിയബിൾ, അതായത് നമ്മൾ സ്പേസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാർക്യാറാണ്. അതിൻ്റെ മാക്സിമം പറയുന്നത് 20 ആണ്. ഓക്കെ, വാർക്യാർ ഓഫ് 20 എന്ന് പറയുമ്പോൾ 20 കൊടുക്കുന്നതെങ്കിലും എന്നാൽ അത് നെയിം വാരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് ചേഞ്ച് ആയിക്കോളും. അങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും 20 എന്നുള്ളത് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും മാക്സിമം പറയുന്നതാണ് 20. എന്നിട്ട് നമ്മൾ ഇവിടെ വാർക്കാറ കൊടുത്തുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, അപ്പോൾ ചിലപ്പോൾ ചില നെയിമുകൾ 5 ക്യാരക്ടർ ആയിരിക്കും, ചിലത് 10 ആയിരിക്കാം, ചിലത് 20 ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു മെമ്മറി അലോക്കേഷൻ്റെ ഇത് മാറിയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ പിന്നെ അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്, നെയിം, പിന്നെ ലൊക്കേഷൻ. അപ്പോൾ അതും നമുക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ക്യാരക്ടേഴ്സ് അല്ലേ വരുന്നത്. അപ്പോൾ അതും നമുക്കൊരു വാർക്യാർ കൊടുക്കാം. ദെൻ ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, ഇൻറ്റിജർ അല്ലെങ്കിൽ ഡെസിമൽ കൊടുക്കാം. ഓക്കെ, ഇത്രേ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുക, ഇത് സെമിക്കോളൻ ഇടാം. അപ്പം ഇത്രയാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിയേറ്റ് ടേബിൾ നെയിം. ഓക്കെ, ടേബിൾ നെയിം കൊടുക്കുക. ദെൻ കോളം നെയിം, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, കോളം നെയിം, അതിൻ്റെ ഡാറ്റ ടൈപ്പ്. അങ്ങനെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും, എത്ര കോളംസ് വേണമെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ പറയാം. പ്ലസ് അതിൻ്റെ ഡാറ്റ ടൈപ്പുകൾ പറഞ്ഞു കൊടുക്കണം. ഒരുപാട് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് എന്നിട്ട് നമ്മൾ ഗോ. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ആയി. ആ ടേബിളിൻ്റെ കണ്ടോ, അതിലെന്തൊക്കെയുള്ളത്, രജിസ്റ്റർ നമ്പർ, നെയിം, ലൊക്കേഷൻ, ഫോൺ നമ്പർ. ഓക്കെ, അപ്പം ഇനി പുതിയ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് നമ്മളിനി ഇപ്പോൾ കണ്ടു, നമ്മൾ ആ SRBT എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ടേബിളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ ജസ്റ്റ് നമുക്ക് ഇൻസേർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി അതിൻ്റെ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, അതിൻ്റെ കമാൻഡ്സാണ് ഇൻസേർട്ട് ഇൻടു എവിടേക്കാണ് സ്റ്റുഡൻറ്റ്. ഇതിലിപ്പോൾ നമ്മൾ എല്ലാത്തിലേക്കും ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ട് ജസ്റ്റ് ഇത് തന്നെ കോപ്പി ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ആ കോളത്തിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നു. ഇനി അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇൻറ്റിജർ കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ കേസിൽ 1,
നെയിം എന്ന് പറയുന്നത് വാർക്കാറാണ് കൊടുത്തിരിക്കുന്നത്. വാർക്കാർ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻവെർട്ടർ സ്ട്രിങ് കൊടുക്കുമ്പോൾ ഒരു സിംഗിൾ കോട്ട്സിൽ വേണം കൊടുക്കാൻ. പിന്നെന്താണ് ലൊക്കേഷൻ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് ഡെസിമൽ അല്ലേ, അപ്പോൾ 9544 ഇത്രയും കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു റോ നമ്മളിതിലേക്ക് ഇൻസേർട്ട് ചെയ്തു, നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മളെ ഡാറ്റ കിടക്കുന്നത്. വീണ്ടും നമുക്ക് ഇതുപോലെ എത്ര വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസേർട്ട് ഇൻ ടു. ഓക്കെ, ഇതൊക്കെ പഠിക്കുക. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം. പിന്നെ നമ്മൾ ഏതൊക്കെ കോളത്തിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ആ കോളത്തിൻ്റെ നെയിംസ്, ദെൻ അതിൻ്റെ വാല്യൂസ്. ഇനി നമുക്കിവിടെ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ടു സംതിങ് ലൈക്ക് ദിസ്. എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. ജസ്റ്റ് എന്നിട്ട് ഗോ കൊടുക്കാം. ഓക്കെ, അതുപോലെ അപ്പോൾ അങ്ങനെ അതുപോലെ അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്തിനാണ് നിങ്ങൾ ഈ കമാൻഡ്സ് പഠിക്കുന്നത്? ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടല്ലോ, പക്ഷെ എന്തിനാ അപ്പോൾ ഈ കമാൻഡ്സ്? അല്ലാണ്ട് കമാൻഡ്സ് ഇല്ലാണ്ട് തന്നെ ഡി ബി എം എസിൽ കയറിയിട്ട് നമുക്ക് കമാൻഡ്സ് ഒന്നും പഠിക്കാണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടോ. അപ്പോൾ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്താൽ മതി, ദേ വ്യൂ വരുന്നു. പക്ഷേ ത്രൂ പ്രോഗ്രാം വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാം വഴിയാണ് ഇതിലോട്ട് ഈ ഡി ബി എം എസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ SQL കമാൻഡ്സ് വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ബട്ടൺ ഞെക്കാൻ, പ്രോഗ്രാമിന് വന്ന് ഇവിടെ ബട്ടൺ ഞെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇന്ന് ഡാറ്റ റിട്രീവ് ചെയ്യണമെന്ന് വിചാരിക്കാം. സ്റ്റുഡൻറ്റിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കമാൻഡാണ് സെലക്ട്. എല്ലാം റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറിന് കൊടുക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഓക്കെ, അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡാറ്റ ആ ടേബിളിൽ നിന്ന് ഫുൾ ഡാറ്റ നമുക്ക് കിട്ടും, റിട്രീവ് ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നിങ്ങൾക്കിത് പഠിക്കാട്ടോ. ഓരോ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ചിലപ്പം ഒരു സിംഗിൾ ഇത് മാത്രമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെയിം മാത്രമാണെങ്കിൽ പിന്നെ സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെയിം മാത്രം വരും. ഓക്കെ, പിന്നെ ഇനി നെയിം ആൻഡ് ലൊക്കേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് മാത്രം വേണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞെന്നുള്ളത്. നിങ്ങൾക്ക് ഓരോ കമാൻഡ്സും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ഉള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. സാമ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് ഒരു വഴിയുണ്ട്. മൈ കമ്പൈലർ, SQLൻ്റെ കമ്പൈലേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്തൊക്കെയാണ് ID, ഇൻറ്റിജർ എല്ലാം ഉണ്ട് കേട്ടോ. നെയിം, വേർക്കാർ എല്ലാം ഉണ്ട്. ജസ്റ്റ് അത് റൺ കൊടുക്കുക. ഓക്കെ, നമുക്കതിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഇനി നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല. ടേബിൾ സ്റ്റുഡൻറ്റ് IDയും നെയിമും അല്ലേ കൊടുത്ത്. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ്, പിന്നെന്താ ID
കോമ നെയിം അല്ല. ദെൻ എന്ത് കൊടുക്കുക? വാല്യൂസ്. ദെൻ ID 1, കോമ അറിയില്ല, ID നെയിം മാത്രമല്ലേ കൊടുക്കുള്ളൂ അല്ലേ? നോ സച്ച് ടേബിൾ സ്റ്റുഡൻ്റ്. ഇതെല്ലാം ഒരുമിച്ച് കൊടുക്കണം തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് അത് സേവ് ആവില്ല. അപ്പോൾ നമ്മളത് ആ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് ഇവിടെ ഉണ്ടായിരിക്കണം തോന്നുന്നു. ID ഇൻറ്റിജർ നോക്കട്ടെ, ഞാൻ ചെയ്തെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ആർക്കാർ 20. ഇനി നമുക്ക് ഇന്ന് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഒരുമിച്ച് കൊടുക്കേണ്ടി വരുമല്ലോ. ടേബിൾ നെയിം കൊടുത്തിട്ടില്ല. സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഇതുണ്ടോ? അപ്പം നിങ്ങൾക്ക് അതെന്താണെന്നറിയോ, ഈ സംഭവമേ നിങ്ങളുടെ ഇതിൽ ഈ ടേബിള് അവിടെ സേവ് ആവില്ല. അപ്പം നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് കമാൻഡൊക്കെ കംപ്ലീറ്റ് ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാം അറ്റ് എ ടൈമാണോ? അറ്റ് എ ടൈമുള്ളത് സേവ് ആവില്ല. അപ്പം നമ്മളത് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതവിടെ ഉണ്ടാവും, ആ ടേബിൾ അവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കമാൻഡ്സ് മൊത്തം അതിലുണ്ടായിരിക്കണം, ഇവിടെ ഇതിലുണ്ടായിരിക്കണം. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് നിങ്ങളുടെ സാധാരണ ഇതിന് യൂസിനൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണാം. ഓക്കെ, ഉണ്ടോ? കംപ്ലീറ്റ് വരുന്നുണ്ട്. പക്ഷെ അത് ഇൻസെർട്ട് കമാൻഡും എല്ലാം, ക്രിയേറ്റ് കമാൻഡും ഇൻസെർട്ട് കമാൻഡും അപ്ഡേറ്റ് കമാൻഡും, നിങ്ങൾ എന്തൊക്കെ കമാൻഡ് ഉണ്ടോ അതൊക്കെ ഒരുമിച്ച് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം എനി ടൈം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.